വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീതയിൽ 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യം എന്ന പേരിൽ ഭഗവാൻ പരമാത്മാവിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ അർജുനന് നൽകുകയാണ്. ഈ എപ്പിസോഡിലൂടെ ഞാൻ 9-ാം അധ്യായത്തിൽ 11 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളെയാണ് വിവരിക്കുന്നത്. ഭഗവാന്റെ ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാം. അവജാനന്തി മാം മൂഢാ മാനുഷീം തനുമാശ്രിത പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. അർജുന, സർവഭൂതങ്ങൾക്കും മഹേശ്വരനായ പ്രപഞ്ചരൂപിയായ എൻ്റെ അവ്യക്തമായ സ്വരൂപത്തെ അവിവേകികൾ അറിയുന്നില്ല. അവർ ഏതെങ്കിലും മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ ദേവൻ്റെ രൂപത്തിൽ ഉള്ളവനായി എന്നെ കരുതുന്നു. എല്ലാ രൂപങ്ങളിലൂടെയും പ്രകാശിക്കുന്നത് എൻ്റെ ചൈതന്യമാണ് എന്ന് മൂഢന്മാരായ അവർ അറിയുന്നില്ല. മോഘാശാമോഘകർമാണോ മോഘജ്ഞാന വിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനിം ശ്രിതാ. അറിവില്ലാത്ത അവിവേകികൾ മായാവലയത്തിൽപ്പെട്ട് മിഥ്യയായ ആഗ്രഹങ്ങളിൽ കുരുങ്ങി ജീവിതം മുഴുവൻ ഇന്ദ്രിയസുഖങ്ങളുടെ പിറകെ ഓടുന്നു. വ്യർത്ഥമായ കർമ്മങ്ങൾ ചെയ്ത് ജ്ഞാനം നശിച്ച് രാക്ഷസ പ്രകൃതിയെ പ്രാപിക്കുന്നു. മഹാത്മാക്കളെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്ത്യനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. മഹാത്മാക്കൾ ദൈവീ പ്രകൃതിയെ ആശ്രയിച്ച് എന്നെ നാശമില്ലാത്തവനാണെന്നും ഭൂതങ്ങളുടെ മഹേശ്വരനാണെന്നും അറിഞ്ഞ് ദൃഢമായി കീർത്തിച്ചും നമസ്കരിച്ചും സ്തുതിച്ചും ഭജിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി പ്രയത്നിക്കുന്നു. സർവചരാചരങ്ങൾക്കും പരമകാരണനും നാശരഹിതനുമായ ഭഗവാനോടുള്ള പ്രേമമാണ് ആത്മാവിനെ പ്രാപിക്കാനുള്ള മാർഗം. നിരന്തരമായ ഈശ്വര സ്മരണം കൊണ്ട് മാത്രമേ പരമപുരുഷനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. ജ്ഞാനയജ്ഞം എന്ന് വെച്ചാൽ നാനാവിധ നാമരൂപങ്ങളിൽ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ജീവാത്മാക്കളിൽ ഏകമായ ആത്മാവിനെ കാണാനുള്ള നിരന്തര പരിശ്രമമാണ്. ഏത് രൂപത്തിൽ വേറെ വേറെയായി ജീവാത്മാക്കൾ കാണപ്പെടുന്നു എങ്കിലും ഏകമായ ആത്മചൈതന്യമാണ് അവയിലെല്ലാം പ്രതിഫലിക്കുന്നത് എന്ന് കാണാൻ ആത്മജ്ഞാനിക്ക് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ആത്മാവിനെ നേരിട്ട് അനുഭവിക്കാനും സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു. പല പാത്രങ്ങളിലെ വെള്ളത്തിൽ ഒരേ സൂര്യൻ പ്രതിബിംബിക്കുന്നത് പോലെ ഒരേ ആത്മചൈതന്യമാണ് പല രൂപങ്ങളിലുള്ള ജീവാത്മാക്കളിലൂടെ പ്രകാശിക്കുന്നത് എന്ന് ജ്ഞാനി തിരിച്ചറിയുന്നു. ദിവ്യമായ ആത്മാനുഭൂതി നേടുന്നു. തുടരുന്നു. പിതാ അഹമസ്യ ജഗദോ മാതാ ദാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരം ഋക്സാമയജുരേവ ച അഹം ക്രതുരഹം യജ്ഞഃ സ്വദാഹമഹമൗഷധം മന്ത്രോഹമഹമേവാജ്യം അഹം അഗ്നിരഹം ഹുതം. ഭഗവാൻ പറയുന്നു, ഹേ അർജുന, ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും ജഗത്തിനെ നിലനിർത്തുന്നവനും വേദങ്ങളും ഓങ്കാരവും ഞാൻ തന്നെയാണ്.
ഇതറിഞ്ഞുകൊണ്ട് ജ്ഞാനികൾ ചെയ്യുന്ന കർമ്മങ്ങളും വേറെ ഒന്നുമല്ല, ഞാൻ തന്നെയാണ്. ആ കർമ്മങ്ങൾക്ക് ആവശ്യമായ ഔഷധവും അഗ്നിയും നെയ്യും ആഹൂതിയും എല്ലാം ഞാൻ തന്നെയാണ്. ഇങ്ങനെ എല്ലാറ്റിൻ്റെയും ഉത്പത്തി സ്ഥാനവും ലയവും ഭരിക്കുന്നവനും എല്ലാറ്റിനെയും നിലനിർത്തുന്നവനും എല്ലാം ഏക പരമാത്മ ചൈതന്യം തന്നെയാണ്. ജഗത്തിൻ്റെ നശിക്കാത്ത ബീജവും ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇങ്ങനെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം പരമാത്മ ചൈതന്യമാണ്. പരമാത്മ ചൈതന്യമല്ലാതെ ജഗത്തിൽ മറ്റൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇതറിയാതെ ഭഗവാനെ വേദമന്ത്രങ്ങൾ കൊണ്ടും യാഗങ്ങൾ കൊണ്ടും ആഗ്രഹം സാധിക്കുന്നതിനു വേണ്ടിയും സ്വർഗലോകപ്രാപ്തിക്ക് വേണ്ടിയും വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ യാഗപുണ്യം കൊണ്ട് പാപം ദൂരീകരിച്ച് പുണ്യമായ ഇന്ദ്രലോകത്തെ പ്രാപിച്ച് സ്വർഗസുഖം അനുഭവിച്ചതിന് ശേഷം പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിച്ച് ജനന മരണചക്രത്തിൽ പെടുന്നു. കാരണം അവർ ഭഗവത് പ്രാപ്തിയെ അല്ല ആഗ്രഹിച്ചത്. എന്നാൽ ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന സജ്ജനങ്ങൾ അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹേ അർജുന, മറ്റ് ചിന്തകളൊന്നുമില്ലാതെ പരമാത്മാവിനെ ഏകാഗ്രതയോടെ നിരന്തരമായി ഉപാസിക്കുന്നവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും. ഞാൻ അവർക്ക് ലൗകികക്ഷേമവും ആത്മപ്രാപ്തിയും നൽകി അവരിൽ നന്മകളെ നിലനിർത്തും എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു. തുടർന്നും ഭഗവാന്റെ വാക്കുകൾക്ക് കാത്തിരിക്കാം, കേൾക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.